ഹായ്, ഞാൻ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. ആരെയും ഞാൻ ബോറടിപ്പിക്കാണ്ട് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കുകയാണേ. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മളെ കരയിപ്പിക്കുന്ന ഐറ്റമായ സവാള വാട്ടലാണ്. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വാടി വന്നപ്പോൾ ഞാൻ തക്കാളിയും തട്ടി കൊടുത്ത് നല്ലപോലെ ഇളക്കുന്നുണ്ട്. സവാളയും തക്കാളി നല്ലപോലെ വാടി യോജിച്ച് വന്നപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചക്കുത്ത് മാറി കിട്ടണ വരെ നല്ലപോലെ വാട്ടിയെടുക്കണം. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം ചെയ്യുമ്പോൾ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇത് നല്ലപോലെ വാടി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ തട്ടി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് തട്ടി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇടുമ്പോഴേക്കും ഇതെല്ലാം കരിഞ്ഞു പോവില്ല. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി കിട്ടണ വരെ നല്ലപോലെ വാട്ടിയെടുക്കണം. ഇതിന്റെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് ചിക്കൻ തട്ടി കൊടുക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബോള വാട്ടണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ആ ഉപ്പിടുമ്പോൾ ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി. ചിക്കനിലേക്ക് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. മസാലകളൊക്കെ ചിക്കനിൽ പിടിക്കണ വരെ തലങ്ങും വലങ്ങും ചിക്കൻ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലാണ് അടിക്കേണ്ടത്. വിസിൽ കൂടി കഴിഞ്ഞാൽ ചിക്കൻ വെന്തൊടയും. വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എയർ പോണ വരെ വെയിറ്റ് ചെയ്യണം. എയർ പോയി കഴിഞ്ഞാൽ തുറന്ന് സർവ് ചെയ്യാവുന്നതാണ്. എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ നല്ല വീഡിയോകളുമായി വരാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.